അതിശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകിയും മണ്ണിടിഞ്ഞും നിരവധി വീടുകൾ തകർന്നു. ഒട്ടേറെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. കനത്ത മഴയെ തുടർന്ന് വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തവിഞ്ഞാൽ തലപ്പുഴയിൽ ഇന്നലെ രാത്രിയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. നിലവിൽ നീരൊഴുക്കിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. കാപ്പിക്കളത്ത് ഷൈലജ തങ്കപ്പന്റെ വീട് മണ്ണിടിഞ്ഞ് ഭാഗികമായി തകർന്നു. ആളുകളെ ഇവിടുന്ന് കടത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഈ പ്രദേശത്ത് 7ഓളം ഏറ്റവും അധികം പ്രായമുള്ള എന്ന് വെച്ചാൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7ഓളം ആളുകളുണ്ട്. പിന്നെ കന്നുകാലികളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മൾ ഇന്നലെ അക്കരെ എത്തിക്കുകയാണ് ചെയ്തത്. അത് തന്നെ കാപ്പിത്തോട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടത്തിയിട്ടാണ് അക്കരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ഇനിയും മക്കിമലയിൽ എവിടെയെങ്കിലും കാട്ടിനുള്ളിൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടായാൽ, പക്ഷേ ഇവിടുത്തെ ആളുകളെല്ലാം സുരക്ഷിതരാണ്. അവരെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചു. ബത്തേരി പനമരം റോഡിൽ ബീനാച്ചിക്ക് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീണു. കുമ്പളേരി, കാരൻകൊല്ലി, തലപ്പുഴ, മക്കിമല റോഡ്, താഴെ അരിവയൽ, വള്ളിയൂർക്കാവ്, കാവണക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബത്തേരി കല്ലുമുക്ക്, മംഗലത്ത് കുര്യാക്കോസ്, പനമരം മലങ്കരയിൽ, വല്ലാട്ടുപറമ്പിൽ ഷാജി എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരം വീണു. സുഗന്ധഗിരി, മാനന്തവാടി, കമ്മന തുടങ്ങിയ പ്രദേശങ്ങളിലും വീടിന് മുകളിൽ മരം വീണു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നതോടെ ബാണാസുരസാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടർ 85 സെന്റിമീറ്റർ ഉയർത്തി. പിലാക്കാവിൽ 21 ആദിവാസി കുടുംബങ്ങളെയും പടിഞ്ഞാറത്തറ തെങ്ങുമുണ്ടയിൽ 6 കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കണ്ണൂരിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിൽ കനത്ത മഴയിൽ വ്യാപക നാശമുണ്ടായി. ആറളത്ത് മലവെള്ളപ്പാച്ചിൽ 20ഓളം വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. കാര്യമായി കയറി. ഞാൻ മുകളിലെ പോയി നിന്ന് രാത്രി മുകളിലെ വീട്ടിൽ കഞ്ഞി പോലും വെച്ച് കുടിക്കാൻ പറ്റില്ല. ചളിയും വെള്ളവും നിറഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ട് റോഡിന്റെ മുകളിൽ കിടക്കാൻ പോലും പറ്റില്ല. ബാവലി, കക്കുവ പുഴകൾ കരകവിഞ്ഞൊഴുകി. മുണ്ടയാമ്പറമ്പിലും വീടുകളിൽ വെള്ളം കയറി. ഇരിക്കൂർ, പടയങ്കോട് വെള്ളം കയറി. ഇരിട്ടി, തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ പയ്യന്നൂർ, കണ്ടോത്ത്, ശ്രീകുറുമ്പ ക്ഷേത്ര പരിസരത്തെ കൂറ്റൻ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ ഭാഗികമായി തകർന്നു. 24 വയനാട്, കണ്ണൂർ.